ഹായ് ഹലോ നമുക്കിന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. പിന്നെ കുറച്ച് ചിക്കൻ മേടിച്ചതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു ബിരിയാണി ഇങ്ങനെ തട്ടിക്കൂട്ടാന്ന്. അപ്പോൾ ഞാനിത് ആദ്യം പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ കിസ്മിസ്, കാഷ്യൂനട്ട്, സവോള ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോവാണേ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണ റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ, ദമ്മിട്ടിട്ട് അങ്ങനെയല്ല ഉണ്ടാക്കണത്. അപ്പോൾ ഞാനിത് ഒരു സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ എന്തിനും വലങ്കൈ ആയിട്ടുള്ള ഏട്ടനും വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. ഇങ്ങനെ ഹെൽപ്പിംഗ് ഒക്കെ എപ്പോഴും നടക്കും, ഇതൊക്കെ സ്ഥിരമുള്ളത് തന്നെയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ 5 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ആയിരിക്കും കേട്ടോ. ഇപ്പോഴും ഇപ്പോൾ അതുപോലെ നടന്നിട്ട് അയാൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കൈയകലത്തിലെല്ലാം സാധനം അരിഞ്ഞ് സെറ്റാക്കിയിട്ടാണ് ആൾ പോയത്. പിന്നെ ഞാനിതേ വേഗം അപ്പോൾ റൈസും കൂടെ വെക്കേണ്ടി നിന്നു. പിന്നെ അതെന്താ ഒരു നെയ്യ് ഒരു പാത്രത്തേക്ക് സാധാരണ റൈസൊക്കെ വെക്കണ പോലെ തന്നെയാണ് വെക്കണത്. പിന്നെ അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു. പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാരറ്റും ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ്, നാരങ്ങ നീര് ഇങ്ങനെ ഒഴിച്ചിട്ട് നിന്ന് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ ചെയ്തത്. ഞാൻ അധികവും ബിരിയാണി ആയിട്ട് വെക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ കുറേ ബാക്കിയായിട്ട് വരും. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു നേരം ബിരിയാണി കഴിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കണത് കേട്ടോ. പിന്നെ ഞാൻ വേഗം സാഫ്രോൺ മിൽക്കും കൂടെ ഉണ്ടാക്കി വെച്ചു നമ്മുടെ റൈസിൻ്റെ മേലെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മൾ ബാക്കി സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റണേ. പിന്നെ അത് വഴന്ന് നല്ലോണം നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ഇത് വഴറ്റണം. പിന്നെ എനിക്ക് പിന്നെ അത്ര ക്ഷമയൊന്നുമില്ല. ഞാൻ പിന്നെ വേഗം തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു വയ്ക്ക്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചാൽ പിന്നെ അതങ്ങനെ ഒന്ന് വെന്തോളല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ മൂടി വെച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ പൊടികൾ, ടൊമാറ്റോ സോസും ഇഞ്ചി വെളുത്തുള്ളി ആ പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒന്നുകൂടി വഴറ്റി എടുത്തത്. പിന്നെ കുറച്ച് അടച്ച് വെച്ചാൽ പെട്ടെന്ന് ആയി കിട്ടും. പിന്നെ അതിലേക്ക് ഇത് നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്, മറ്റേ മുളക് പൊടി ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാമല്ലോ വിചാരിച്ചിട്ട് എരിവ് ഞാൻ മാക്സിമം കുറച്ചിട്ടുണ്ടാക്കിയത് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് ഉപ്പ് അതുപോലെ ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ബാലൻസ് ഒക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പഞ്ചസാര തരിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഇത് നമ്മുടെ റൈസും ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതും ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് നെയ്യും സാഫ്രോൺ മിൽക്കും കൂടെ ഒഴിച്ചു കൊടുത്തു. മുകളിലും അതുപോലെ തന്നെ ചെയ്യാണ് കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കിസ്മിസ്, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, ഫ്രൈഡ് ഒനിയനും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ ബിരിയാണി സെറ്റായി. ഇനി ചിക്കൻ വേണമെങ്കിൽ ഇട്ടിട്ടും ദമ്മ് ചെയ്യാൻ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതേ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി സെർവ് ചെയ്യാൻ നിൽക്കുമ്പോൾ അതേ കുഞ്ഞുന് ഭയങ്കര വാശി, കുഞ്ഞുന് എന്നെ സെർവ് ചെയ്യണം കേട്ടോ. പിന്നെ അതേ ഞാൻ അവനെ കൊണ്ട് തന്നെ സെർവ് ചെയ്യിപ്പിച്ചു. അങ്ങനെ അവൻ ഹാപ്പിയായി. പിന്നെ അതേ ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാനുണ്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.